ഇന്ത്യയിൽ നിന്ന് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ കപ്പൂച്ചൻ വൈദികനാണ് തിയോഫിലസ്. ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഇവിടുത്തെ പുന്നൂരുന്നി കപ്പൂച്ചൻ ആശ്രമത്തിലെ സുപ്പീരിയർ എന്ന നിലയിൽ ബിജു അച്ഛന് എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിനമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോഴിങ്ങനെ ഒരു പദവി, ധന്യ പദവി ലഭിക്കുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ്. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളിവിടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം ആൾക്കാരാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തിയോഫിലച്ചനെ നേരിട്ട് കണ്ടറിഞ്ഞവരും ഉണ്ടാകാം, അല്ലെങ്കിൽ അച്ഛനെ പല അനുഭവങ്ങളിലൂടെ പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളിലൂടെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയവരൊക്കെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം വലിയ സന്തോഷപ്രദമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ എന്ന പേരിൽ ആശ്രമത്തിലെ എല്ലാ അന്തേവാസികളും ഇതിനു വേണ്ടിയുള്ള വലിയൊരു ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരിയേറെ പേര് ഇവിടെ കടന്നു വരുവാനും അങ്ങനെ ധന്യനായ തിയോഫിലച്ചൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അച്ഛൻ എന്തെങ്കിലും ഇങ്ങനെ തിയോഫിലച്ചൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അച്ഛൻ എക്സ്പീരിയൻസ് ഉണ്ടോ? എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഞാനിവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വലിയ പ്രായമുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്നത് ഇത്രയും ചെറിയൊരു അച്ഛനെയൊക്കെ ഇവിടെ പിടിച്ച് സുപ്പീരിയർ എങ്ങനെ ആക്കി എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇത്രയും വലിയൊരു ആശ്രമത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ നോക്കി നമ്മുടെ തിയോഫിലച്ചനോടുള്ള ഒരു പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ക്രമീകരിക്കപ്പെട്ടുകൊള്ളും എന്നുള്ള ഒരു മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത് വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ദാനവുമാണ് ഈ ഒരു പദവിയിലേക്ക് അച്ഛൻ ഉയർത്തപ്പെട്ടത്.